ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ ഫോൺ സ്റ്റോറേജ് ഫ്രീ ആക്കാൻ. അതായത് നമ്മൾ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ജങ്കായിട്ടും അതുപോലെ ഒരുപാട് നമ്മൾ ഉപയോഗിക്കാതെ ഡൗൺലോഡ് ആക്കി വെച്ചാൽ അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും നമ്മുടെ ഫോണിൽ. പക്ഷേ അതൊന്ന് തിരഞ്ഞു പിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിരിക്കും. പക്ഷേ അതിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് അത് ചെയ്യണമെങ്കിൽ അതൊരു ആപ്ലിക്കേഷൻ തന്നെ വേണം. ആ ആപ്ലിക്കേഷൻ അത് കറക്റ്റായിട്ട് കാണിച്ചു തരികയും ചെയ്യും, അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാണിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് എന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരുടെ ഫോണിലും ആൻഡ്രോയിഡ് അധികം ഫോണിലും ഉണ്ടാവും ഈ ഒരു ആപ്ലിക്കേഷൻ. അഥവാ ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി. ഗൂഗിൾ ഫയൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഈ കാണുന്ന ആപ്ലിക്കേഷനാണത്. ഈ ആപ്ലിക്കേഷൻ നമ്മളധികമുള്ള ഫോണിലും ഉണ്ടാവുന്നത്. അതിനുവേണ്ടി നമ്മളൊരു ആപ്ലിക്കേഷൻ സെർവർ ക്ലീൻ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഒരുപാടുണ്ടാവും നമ്മുടെ പ്ലേ സ്റ്റോറിൽ. പക്ഷേ അതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ആപ്ലിക്കേഷനുമാണ്. പിന്നെ അതുകൊണ്ടൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഗൂഗിളിൻ്റെ സ്വന്തം ആപ്ലിക്കേഷനുമാണ്. നമുക്ക് കൂടുതലായിട്ട് വിശ്വസിക്കാനും കൂടുതലായിട്ട് ഉപകാരമുള്ളതുമായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഇവിടെ 3 ലൈന് കാണുന്നില്ലേ, ഈ 3 ലൈന് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആ 3 ലൈന് ക്ലിക്ക് ചെയ്താൽ എങ്ങനെ ആയിരിക്കും ഇതിൽ അതിൽ ക്ലീന് ട്രാഷ് ഉണ്ടാവും. അതിൽ ക്ലീനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഈ ക്ലീന് ക്ലിക്ക് ചെയ്യാൻ തന്നെ നമ്മൾ മെമ്മറി എത്രത്തോളം ഉണ്ട്, 58, 64, അത് അതിൻ്റെ സ്റ്റോറേജ് എത്ര ബാക്കിയുള്ളത് എന്നൊക്കെ അവിടെ കാണിക്കും. അതിൽ ജങ്ക് ഫയല് 112 MB ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി വിടാം. ഈ ജങ്ക് ഫയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത വെറുതെ കയറി കിടക്കുന്ന ഫയലാണ്. പിന്നെ ഡിലീറ്റ് ഡ്യൂപ്ലിക്കേറ്റായി കിടക്കുന്ന 33 ഫയലുണ്ട് കേട്ടോ. അത് 144 MB ആണ് അവിടെ കിടക്കുന്നത്. അത് ഡ്യൂപ്ലിക്കേറ്റായി കിടക്കുന്ന സാധനത്തിന് ടോട്ടൽ ആൾ മാർക്ക് ചെയ്തിട്ട് മൂട്ട് ട്രാഷ് കിടാം. ഞാൻ അറിയാതെ ക്യാൻസലാക്കിട്ടോ. മൂട്ട് ട്രാഷ് കിട്ടി കഴിഞ്ഞാൽ അത് ട്രാഷിൽ പോയി കിടക്കും. പിന്നെ ഡിലീറ്റ് മെമേകളായിട്ട് 14 ഫയലുണ്ട്. ഈ മെമേകളും നമുക്ക് ട്രാഷ് കിടാം. ഇത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഇത് വെറുതെ കിടക്കുന്നത്, നമ്മൾ ഉപയോഗിക്കാതെ വെറുതെ കിടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഡിലീറ്റ് ബ്ലറി ഫോട്ടോ ഉണ്ട് കേട്ടോ. ബ്ലറായി കിടക്കുന്ന കുറച്ച് ഫോട്ടോ, അത് നമുക്ക് ട്രാഷിൽ ഇടാം. പിന്നെ ഉള്ളത് ഡിലീറ്റ് ലാർജ് ഫയലാണ്. ലാർജ് ഫയൽ എന്ന് പറഞ്ഞാൽ 8.30 GB ആണ് ലാർജായി കിടക്കുന്ന ഫയലുകൾ. ഇത് ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് ലാർജ് ഫയലുകളാണ് ഇതിലുള്ളത്. ഇത് ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഇതിപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ സമയം ഒരുപാട് എടുക്കും. അപ്പോൾ അതും ഡിലീറ്റ് ചെയ്യുക. അത് ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് വെറുതെ ലാർജ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യണ്ട. നമുക്ക് ആവശ്യമില്ലാത്തത് എന്താണോ അത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ അടിയിൽ ഡിലീറ്റ് അൺയൂസ്ഡ് ആപ്പ്, നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ വെറുതെ ഇൻസ്റ്റാളൊക്കെ ചെയ്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടാകും കുറേ ആപ്ലിക്കേഷൻസ്. അപ്പോൾ അങ്ങനെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. അങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് MB നമുക്ക് ഫ്രീ ആയി കിട്ടും. പിന്നെ ഡിലീറ്റ് MIUI മീഡിയ, അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണ്ടാത്ത ഏതാണെന്ന് വെച്ചാൽ അത് ട്രാഷിലേക്ക് ഇടാം. പിന്നെ അതുപോലെ ഡിലീറ്റ് ഡൗൺലോഡ് ഫയൽ ഡൗൺലോഡ് ആക്കി 2.78 GB ഉള്ള കേട്ടോ. അതായത് 2 GB 780 MB ആണുള്ളത് ഡൗൺലോഡ് ആക്കിയ ഫയലുകളായി കിടക്കുന്നത്. അതൊക്കെ ജസ്റ്റ് ഒരൊറ്റ ക്ലിക്ക്, നമുക്ക് ആവശ്യമില്ലാതെ കിടക്കുന്ന ഫയലുകളായിരിക്കും അതൊക്കെ. അങ്ങനെ ആവശ്യമില്ലാത്ത ഫയലാണ് എന്നുള്ളതൊക്കെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ അത് ഡിലീറ്റ് ആക്കുക. അങ്ങനെ ഡിലീറ്റ് ആക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ തിരിച്ചു വരിക. അപ്പോൾ ക്ലീൻ എന്നതിൽ 147 MB ഉണ്ട്. ഇതിന് നമ്മളിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്ലീൻ 179 MB നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ആൾറെഡി ട്രാഷിൽ വേറെ ഉള്ളത് കൊണ്ടാണ് 217 കാണിക്കുന്നത്. അതിൽ നമ്മൾ ട്രാഷിൽ ക്ലിക്ക് ചെയ്യാം. ട്രാഷിൽ നമ്മളെല്ലാം മാർക്ക് ചെയ്താണുള്ളത്. മാർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാതെ ഒഴിവാക്കാൻ വേണ്ടി ഡിലീറ്റ് ആക്കിയില്ല. ഇപ്പോൾ ആ ഒരു സാധനങ്ങളാണുള്ളത്. ഇതെല്ലാം നമ്മൾ നേരത്തെ ട്രാഷ് ആക്കിയതാണ്. ഇവിടെ വന്ന് കിടക്കുന്നത്. ഇതിനെ ആൾ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഡിലീറ്റ് കൊടുക്കുക.
അപ്പോൾ എന്തായി, എല്ലാം പോയി. നമ്മൾ മാർക്ക് ചെയ്ത് ഒഴിവാക്കിയതെല്ലാം ഇപ്പോൾ പോയി കിട്ടി. ഇപ്പോൾ നമുക്ക് അത്രയും MB ഫ്രീ ആയി കിട്ടി. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്ത കേട്ടോ. ഞാൻ കറക്റ്റായിട്ട് വേണ്ടാത്തത് മാത്രം നോക്കി ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ GB എനിക്ക് കിട്ടും. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. നമ്മൾ ഒരു കണ്ണി കണ്ട ആപ്ലിക്കേഷനൊന്നും പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്ത് ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വെറുതെ MB കളയാനും നിൽക്കണ്ട, വെറുതെ ഡാറ്റ കളഞ്ഞ് സ്റ്റോറേജ് കൂട്ടി വെറുതെ റിസ്ക് എടുക്കണ്ട. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഈ ഫയൽ ബൈ ഗൂഗിളിൻ്റെ ഫയൽ മാനേജർ എന്ന് പറയും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ അടിപൊളി വീഡിയോ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്